അസ്സാം വലൈക്കും വറഹമത്തുള്ള. പരീക്ഷക്കാലം വരികയാണ്. സ്കൂളിലെയും മദ്രസകളിലെയുമൊക്കെ പരീക്ഷ കടന്നു വരികയാണ്. പൊതുവെ പല കുട്ടികൾക്കും ഒരുപാട് പ്രഷറുകളും ഒരുപാട് ഭാരങ്ങളും സ്ട്രെസ്സുകളും തലയിൽ കയറ്റി കൊടുക്കാനാണ് ഈ സമയത്ത് രക്ഷിതാക്കളിൽ പലരും അറിഞ്ഞോ അറിയാതെയോ ചെയ്യാറുള്ളത്. അത് അവരുടെ പഠനത്തെയും പരീക്ഷയെയും പരീക്ഷാ ഫലത്തെയുമെല്ലാം സാരമായി ബാധിക്കും എന്ന ഒരു സത്യം നമ്മൾ മനസ്സിലാക്കുക. നമ്മളെ കുട്ടികളൊക്കെ നല്ല കഴിവും പ്രാപ്തിയും ടാലൻറ്റും ഓർമ്മശക്തിയും ഒക്കെയുള്ള കുട്ടികളാണ്. അവരെ ഒന്ന് സപ്പോർട്ട് ചെയ്താൽ മതി. നന്നായി പഠിക്കും, നിനക്കത് പഠിക്കാൻ കഴിയുമെന്ന് എനിക്കറിയാം എന്ന നല്ല നല്ല പോസിറ്റീവ് സ്ട്രോക്കുകൾ നമ്മുടെ മക്കൾക്ക് നൽകുകയും അതോടൊപ്പം തന്നെ അവർക്ക് ചിലപ്പോൾ മദ്രസയിലെയും സ്കൂളിലെയും പരീക്ഷകളൊക്കെ വരുന്നത് കൊണ്ട് ട്യൂഷനും സ്പെഷ്യൽ ക്ലാസ്സും ഒക്കെയായി വല്ലാത്തൊരു ബുദ്ധിമുട്ട്, ഒരു തലക്കനം അനുഭവപ്പെട്ടേക്കാം. കുറേയൊക്കെ ടീച്ചേഴ്സിൻ്റെ ഭാഗത്തു നിന്നുള്ള വല്ലാത്ത മാർക്കുകൾ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നൊരു യന്ത്രങ്ങളായി മക്കളെ മാറ്റുന്ന പലരുമുണ്ട്. അതുകൊണ്ടൊക്കെ കുട്ടികൾക്ക് ചിലപ്പോൾ വലിയ പഠനം തന്നെ ഒരു പീഡനമായി അനുഭവപ്പെട്ടേക്കാം. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ആ മക്കൾക്കുള്ള ബുദ്ധിമുട്ട് നമ്മൾ തീർത്തു കൊടുക്കാൻ, ബുദ്ധിയുടെ ഒരു മുട്ടുണ്ടല്ലോ, അത് തീർത്തു കൊടുക്കാൻ നമുക്കെങ്ങനെ കഴിയും? എനിക്ക് ഏത് സബ്ജക്റ്റാണ് ഏറ്റവും ടഫായി തോന്നുന്നത്, ഏറ്റവും നല്ല പഠിക്കാൻ എളുപ്പമുള്ള വിഷയം ഏതാണ് എന്നൊക്കെ അവരുമായി കൂടിയാലോചിച്ച് അവർക്കതിനുള്ള സമയവും സന്ദർഭവും സജ്ജീകരണങ്ങളുമെല്ലാം ചെയ്തു കൊടുത്ത് അവരെ അതിൻ്റെ വഴിക്ക് വിടുക. അപ്പോൾ തന്നെ ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്, ഒരുപാട് സമയം ഇരുന്ന് പഠിക്കുക എന്ന് ഇങ്ങനെ പറയലല്ല. അങ്ങനെയുണ്ട് ചില രക്ഷിതാക്കൾ, പഠിക്ക്, രാവിലെ നിന്ന് വൈകുന്നേരം വരെ ഇരുന്ന് പഠിച്ചോ. അതൊന്നും ഒരു ശാസ്ത്രീയമായ രീതിയല്ല. മറിച്ച് ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മളെ ബ്രെയിനിനെ ലോക്ക് ചെയ്തുകൊണ്ട് പഠിക്കുക എന്ന ഒരു രീതിയുണ്ട്. അതേ ശരിക്കും ഫലിക്കുകയുള്ളൂ. എന്ന് പറഞ്ഞാൽ, ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു 15 മിനിറ്റ് ഒരു സബ്ജക്റ്റ് പഠിക്കുക. അത്രേ ഒറ്റ വിഷയത്തിലിരിക്കാൻ പറ്റുകയുള്ളൂ. അങ്ങനെ പഠിച്ചു കഴിഞ്ഞതിന് ശേഷം ആ 15 മിനിറ്റിൽ പഠിച്ച കാര്യങ്ങൾ ഒരു 7 മിനിറ്റ് കൊണ്ട് അല്ലെങ്കിൽ ഒരു 5 മിനിറ്റ് കൊണ്ട് ഓർത്തെടുക്കുക. 15 മിനിറ്റ് കൊണ്ട് പഠിച്ച കാര്യങ്ങൾ 5 മിനിറ്റ് കൊണ്ട് ഓർത്തെടുക്കുക. ഓർത്തെടുത്തതിന് ശേഷം ആ പുസ്തകം നെഞ്ചിൽ വെച്ചുകൊണ്ട് ഓർത്തെടുക്കുക. അതിനുശേഷം പിന്നീട് ഈ ഓർത്തെടുത്ത കാര്യത്തെ ഒരു പേപ്പറിലേക്ക് ഒരു 8 മിനിറ്റ് കൊണ്ട് എഴുതി ക്ലിയറാക്കുക. അതിൽ എത്ര ഉണ്ട് ഇല്ല എന്നൊന്നും നോക്കണ്ട. അങ്ങനെ നമ്മുടെ ഓരോ സബ്ജക്റ്റുകളും ഈ പറഞ്ഞതുപോലെ നമ്മുടെ മൈൻഡിനെ ലോക്ക് ചെയ്ത് ടൈം ഫിക്സ് ചെയ്തുകൊണ്ട് നമ്മൾ പഠിക്കുകയാണെങ്കിൽ തീർച്ചയായും അത് വല്ലാത്തൊരു റിസൾട്ട് ആ കുട്ടിയിലുണ്ടാക്കും. A+ൻ്റെ കളിയായിരിക്കും. വിഷയം ചെറുതല്ല. സിസ്റ്റമാറ്റിക്കായി കൃത്യമായി ശാസ്ത്രീയമായി പഠിച്ചാൽ പഠനം ഒരു ലഹരിയാണ്, അത് വല്ലാത്തൊരു സുഖമുള്ള കാര്യമാണ് എന്ന് ബോധ്യപ്പെടും. ഇത് കുട്ടികളും രക്ഷിതാക്കളും ശ്രദ്ധിക്കുക.